എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെളുത്തുള്ളി വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് വളരെ കാലം കേടാവാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ്. വലിയ വെളുത്തുള്ളി ആകുമ്പോൾ നമുക്ക് ഉരിച്ചെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. ഇത് തീരെ ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അല്ലി ഇളക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക. എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അടുക്കളയിലെ മറ്റ് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഞെരടി നോക്കുക. വളരെ ഈസി ആയിട്ട് തൊലി പോകുന്നുവെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്കിൽ നല്ല കുതിർന്നിട്ടുണ്ട്. ഇനി ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇളക്കാൻ ഇച്ചിരി ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി മാറ്റി വയ്ക്കാം. നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകി ഇങ്ങി പോരും. കുറച്ച് സമയം കൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഒരു 1 മണിക്കൂറും കൂടെ വെച്ചതായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നന്നായിട്ട് ഞെരടി എടുത്തതിന് ശേഷം ഈ തൊലിയെല്ലാം അതിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് മാറ്റി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഈ തൊലിയെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് തൊലിയെല്ലാം മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം അരിച്ച് മാറ്റണം. ഈ ചെറിയ വെളുത്തുള്ളി വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അരിപ്പയിൽ അരിച്ച് മാറ്റാം. ഈ അരിച്ചെടുക്കുന്ന വെള്ളവും അതിൻ്റെ തൊലിയും ഒന്ന് മിക്സിയിലടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം അങ്ങനെ വെച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെങ്കിൽ നല്ല ഒരു കീടനാശിനി കൂടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് 2 ഗുണമുള്ളത്. ഇത് വെളുത്തുള്ളി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഈ വെള്ളവും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ തൊലിയും കൂടി അതിലിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാലും മതി. ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒന്ന് അരിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഒരു വളവും നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ ക്ലീൻ ചെയ്ത വെളുത്തുള്ളി ഒരു ഡ്രൈ ആയ തുണിയിലേക്ക് ഇടാം. ഇതിപ്പോൾ ഒരു തുണി ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെയിലത്തൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. അകത്ത് തന്നെ വെച്ചിരുന്ന് അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇത് തുണിയിലൊന്ന് ചുരുട്ടി ഇങ്ങനെ ആക്കുമ്പോൾ ഇനി പോകാത്ത തൊലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും പറ്റും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഉള്ളതിങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. ഇതിനി ഈ തുണിയിൽ തന്നെ വെച്ചേക്കുക. നന്നായിട്ടൊന്ന് ഈർപ്പമെല്ലാം മാറി ഡ്രൈ ആവണമെന്നേ ഉള്ളൂ. ഇതിപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു എയർ കയറാത്ത കവറിൽ വേണം വയ്ക്കേണ്ടത്. ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതിയാകും.
ഇത് എത്ര നാളിരുന്നാലും ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും, കറുത്തൊന്നും പോവില്ല. ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ 1 മാസം മുമ്പ് ഞാനിതുപോലെ ചെയ്തു വെച്ചതാണ്. ഇപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.